റോബിനും കൂട്ടുകാരും ഇപ്പോൾ ആശുപത്രിയിലായ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. റോബിൻ എന്ത് പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ മാസം 26, അതായത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ ട്രിപ്പ് പോകാനായി തയ്യാറാവുകയായിരുന്നു. 2 വർഷം നീണ്ടു നിൽക്കുന്ന 27 രാജ്യങ്ങൾ സന്ദർശിക്കുന്നിടത്തേക്കാണ് ഇവർ പോകാൻ തയ്യാറായത്. ആദ്യം പോകാനിരുന്നത് അസർബൈജാനിലേക്കാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 11 ദിവസത്തെ വിവാഹ ആഘോഷം കഴിഞ്ഞ് റോബിൻ ഇപ്പോൾ ട്രിപ്പ് എടുത്ത് ആശുപത്രിയിലാണ്. ക്ഷീണിതനാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പോലും ഇപ്പോൾ അപകടം പറ്റി ആശുപത്രിയിലാണ്. എന്തായാലും വിവാഹം കഴിഞ്ഞ് എല്ലാവരും ആശുപത്രിയിലായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഹണിമൂണിന് പോകാൻ പറ്റുമെന്ന് കരുതുന്നില്ല. ഡേറ്റ് എക്സ്റ്റൻഷൻ ചെയ്യേണ്ടി വരും. ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ പലതും ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ റോബിൻ ഈ ഒരവസ്ഥയിൽ പോകേണ്ടി വരും. വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ക്ഷീണിതനായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ട്രിപ്പ് ഇട്ടിരിക്കുന്നത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളായതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഡാൻസ് ഉൾപ്പെടെ പല ശരീരമനങ്ങിയുള്ള പണികളും ഉണ്ടായിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് തന്നെ പല തിരക്കുകളും ഉണ്ടായിരുന്നു. സ്ട്രെസ്സും ആവശ്യത്തിനധികമായിരുന്നു. അതെല്ലാം കൂടി റോബിന് താങ്ങാനായില്ല. അതുപോലെ തന്നെ ഇത്രയും തിരക്കും 11 ദിവസം നേരെ ഒന്ന് ഉറങ്ങാൻ പോലും റോബിന് സാധിച്ചില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹണിമൂൺ പോലും ആഘോഷിക്കാൻ പറ്റാതെ പോകുന്നത്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി കൂടി ഇത് മാറുകയാണ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളായി തന്നെ ഏറ്റെടുക്കുന്നു. റോബിനും അതുപോലെ റോബിൻ്റെ ആരതിക്കുമൊക്കെ ആശംസകൾ അറിയിച്ച് നിന്നവരൊക്കെ തന്നെയും എന്തു പറ്റിയെന്ന് ചോദിച്ചാണ് എത്തുന്നത്. കണ്ണു കിട്ടിയതാണ് എന്ന് പറയുന്നു. സാധാരണ വിവാഹങ്ങളൊക്കെ കഴിയുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട്. പനിയോ അല്ലെങ്കിൽ വയ്യായികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇത്രയും അസുഖമുണ്ടായി, അത്രമാത്രം കണ്ണുകളുണ്ടായിരുന്നു, അത്രമാത്രം അസൂയാലുക്കൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നമുണ്ടായതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ വാക്കുകളൊന്നും അധികം വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും റോബിൻ്റെ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറി ഇവർക്ക് ഹണിമൂണൊക്കെ പോകാൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും പ്ലാനുകളും ഉണ്ടായിരുന്നല്ലോ, അതൊന്നും മുടങ്ങണ്ട. എല്ലാവരും പോണം, നന്നായി തന്നെ ഇരിക്കണം. പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. ആത്മാർത്ഥമായി തന്നെയാണ് അവർ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് പറയുന്നത്. ആരാധകർക്ക് പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് റോബിന്റെയും കുടിയുടെയും വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ഇവരുടെ വിവാഹത്തിന് ശേഷം പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് പ്രത്യേക ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ റോബിന്റെയും ആരതിയുടെയും വാർത്തകൾക്ക് ഒരു പ്രത്യേക സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത തന്നെയാണ് ഇവരെ ആരാധകരുടെ ഇടയിൽ പിടിച്ചു നിർത്തുന്നത്. സ്വന്തമായി ഒരു ചാനലിന് കൊടുത്തത് കൊണ്ട് തന്നെ വിവാഹത്തിന് നിങ്ങൾ കവറേജ് എടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ടെന്നും നേരത്തെ മാധ്യമങ്ങൾക്ക് എല്ലാ ബഹുമാനവും നൽകി ഇവർ പറഞ്ഞിരുന്നു. അതും പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. ആ ഒരു സ്വഭാവം പോലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സാധാരണ ഉള്ളവർ പണി കിട്ടട്ടെ എന്ന് കരുതുമ്പോഴേക്കും അവർ അത് വന്ന വഴി മറക്കാതെ അവർ രണ്ടുപേരും അങ്ങനെ ചെയ്തുവെന്ന് പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ഭക്ഷണം പോലും ഒരുക്കിയിരുന്നതായി തന്നെ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.